കേരളം ഇന്നൊരു മാലിന്യ കൂമ്പാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിലെ നദികളും തോടുകളും അരുവികളും ഒക്കെ ഇന്ന് മാലിന്യം കൊണ്ട് നിറയുകയാണ്. ഓരോ മഴ പെയ്യുമ്പോഴും ഇതെല്ലാം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുമ്പോൾ, ആ ഒഴുകിയതിന് ശേഷം വെള്ളം ഇറങ്ങിക്കഴിയുമ്പോൾ നാം കാണുന്നത് ഒരു മാലിന്യ കൂമ്പാരങ്ങളാണ്. പ്ലാസ്റ്റിക് കുപ്പികളുടെ എല്ലാം കൂമ്പാരങ്ങൾ. നമുക്കറിയാം, വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിയാതിരിക്കുവാൻ വേണ്ടി ഹരിതകർമ്മസേനയെ ഉപയോഗിച്ചുകൊണ്ട് അവയെല്ലാം കളക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കളക്ട് ചെയ്ത് അതിനൊരു ഫീസൊക്കെ വാങ്ങിച്ച് ആണ് അവർ പ്രവർത്തനം നടത്തുക. എന്നാൽ തോടുകളിൽ, പുഴകൾ അല്ലെങ്കിൽ അവ മെത്തി ഒഴുകി മഴ പെയ്തു കഴിഞ്ഞു അത് മെത്തി ഒഴുകുമ്പോൾ അതിനുശേഷമുള്ളൊരവസ്ഥ നമുക്ക് കാണാനായിട്ട് കഴിയും. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനെല്ലാം പരിസ്ഥിതി സംരക്ഷിക്കുന്ന ഈ കുപ്പികളെല്ലാം പറക്കിയെടുത്ത് അത് കഴുകി ക്ലീനാക്കി അത് കൊണ്ടുപോയി വിറ്റ് അല്പം വരുമാനം കണ്ടെത്തുന്ന ഒരു വ്യക്തി, ഒരർത്ഥത്തിൽ വരുമാനത്തെക്കാളേറെ ഈ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പോയി പരിചയപ്പെടാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ വ്യക്തി. ചേട്ടൻ്റെ പേര് കുട്ടപ്പൻ. സ്ഥലം ചേലാട്. കോതമംഗലത്തിനടുത്ത് ചേലാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇദ്ദേഹം താമസിക്കുന്നത്. ഈ കുപ്പിയൊക്കെ എവിടെ നിന്നിട്ട് ചേട്ടാ? മനുഷ്യനെ ഒഴുക്കി വിടുന്നത്. ഏത് ഈ താഴെ കാണുന്ന തോട്? അത് ഏത് ചേലാട് തോടാണ്? ചേലാട് തോട്, എരപ്പിങ്ങിൽ നിന്ന് വരുന്ന തോട്. അപ്പൊ ഇത് എന്ന് പറക്കിയത്? ഞാൻ പല പ്രാവശ്യങ്ങളിലായിട്ട് പറക്കിയതാ. ഇതിന് മുമ്പുള്ള മഴയ്ക്ക് പറക്കിയതാണ്? ഇതിക്ക് മുമ്പുള്ള മഴ എന്ന് പറഞ്ഞാൽ നമുക്ക് ജൂൺ മാസത്തിലും ജൂലൈ മാസത്തിലൊക്കെ പെയ്ത മഴയ്ക്ക് മഴ പെയ്ത് ഇറങ്ങി പോയി കഴിയുമ്പോൾ ഈ കുപ്പികൾ വന്ന് അടിയും. അപ്പൊ ഇത് പറക്കിയിട്ട് എന്താ ചെയ്യുന്നത്? പറക്കിയിട്ട് കുളത്തിൽ കൊണ്ടുപോയി കൊടുക്കും. ചെറിയൊരു വരുമാനവും കിട്ടും. അതെ, ആക്രി കടയിൽ കൊണ്ട് കൊടുക്കും. അപ്പൊ അതിനേക്കാളും ഉപരി ഇതൊരു വലിയൊരു പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനമാണ്. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള വികാരം. മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇത് കഴുകി തുടച്ചാണ് എടുക്കുന്നത് അല്ലേ? അങ്ങനെ കൊടുത്താൽ അവർ എടുക്കുള്ളൂ. തോട്ടർമയിൽ നിന്നാണ് ഇതൊക്കെ പറക്കിയെടുക്കുന്നത്. അതെ. ഇതിനേക്കാളും കൂടുതൽ കുപ്പികൾ കിട്ടാറുണ്ടോ? ഏതാണ്ട് കഴിഞ്ഞുള്ള ഏതാണ്ട് ഇത്രയൊക്കെ തന്നെ കിട്ടി. എത്ര വർഷമായി ഇതിങ്ങനെ തുടങ്ങിയിട്ട്? ഇത് 2-3-4 കൊല്ലങ്ങളായി തുടങ്ങി. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇത് എങ്ങനെയാണ് ഈ ഹരിതകർമ്മസേന ഇത് വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ ഇതെങ്ങനെ ഈ കുപ്പികൾ ഇങ്ങനെ ഈ തോട്ടിൽ വരുന്നത്? തോട്ടിലേക്ക് ചാക്കി കെട്ടി മറ്റേ ആൾക്കാർ ഇട്ടേക്കണം. തള്ളുവാണ്? കെട്ടി ചാക്കി കെട്ടി മറ്റേ ഈ പിള്ളേരുടെ സാധനങ്ങൾ, ഈ സാധനം എല്ലാം ഒഴുകി അവിടെ വീട്ടിലെ വേസ്റ്റുകളെല്ലാം തള്ളുന്നത്. മിനിഞ്ഞാന്നൊരു വലിയ മഴ പെയ്ത് ഇവിടെ ഒക്കെ വെള്ളമൊക്കെ നിറഞ്ഞായിരുന്നു. അപ്പൊ അതിലും ഇതുപോലെ വന്ന് കിടപ്പുണ്ടായിരിക്കുമല്ലോ. നമുക്ക് അവിടെ നിന്ന് പോയി കണ്ടാലോ? നോക്കാം. അപ്പൊ ഇതിങ്ങനെ നിറച്ചിങ്ങനെ കൊണ്ടുപോകും. ഇത് കുറെ ചാക്കുകൾ ഉണ്ടാവും അല്ലേ? ഇത് ഇനി ഉള്ളത് കൂടെ പറക്കിക്കൊണ്ട് വന്നിട്ട് നമ്മൾ വിൽക്കുന്നത്. കൊണ്ടുപോകും. അപ്പൊ ചേട്ടനൊരു വലിയൊരു പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനമാണ് നടത്തുന്നത്. ഹരിതകർമ്മസേന ഓരോ മാസങ്ങളിൽ വീട്ടിൽ വന്ന് കളക്ട് ചെയ്ത് അതിന്റെ ഫീസ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നില്ലെങ്കിൽ നമുക്ക് വേറെ ഫീസൊന്നും കിട്ടുന്നില്ല. നമ്മൾ ഈ ചെയ്യുന്ന തൊഴിലിനുള്ള കൂലി പോലും നമുക്ക് കിട്ടില്ല. എന്നിട്ട് ഒന്നും കിട്ടും. പക്ഷെ അതിനുള്ള അധ്വാനം ഇല്ല. അന്നേരം ഈ തോട്ടിലെ ചെളിയിലും ഓരത്തൊക്കെ നടന്ന് പറക്കിയെടുത്തിട്ട് ഇത് കഴുകി ക്ലീനാക്കി ഓട്ടോറിക്ഷ വിളിച്ച് കൊണ്ടുപോയി ഇത് കൊടുക്കുമ്പോൾ നമുക്കൊന്നും കാര്യമായിട്ട് കിട്ടില്ല. പക്ഷെ പരിസരം ശുദ്ധമായി കിടക്കും അല്ലേ? നമുക്കെന്നാ തോട്ടിലൊന്ന് പോയി കണ്ടേക്കാം. ഇത് എന്ന് വന്നത് ശരിക്കും മിനിഞ്ഞാന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ 18-ാം തീയതി, ഓഗസ്റ്റ് മാസം 18-ാം തീയതി, 16-ാം തീയതി പെയ്ത മഴയാണല്ലേ? ഓഗസ്റ്റ് 16-ാം തീയതി പെയ്ത മഴയത്ത് ഈ പ്രദേശം മുഴുവൻ വെള്ളം നിറഞ്ഞ് ഈ കാണുന്ന ചേലാട് തോട് അത് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകിയപ്പോൾ വന്ന് വെള്ളം ഇറങ്ങിയപ്പോൾ അടിഞ്ഞിരിക്കുന്ന കുപ്പികളാണ് ഈ പ്രദേശത്തെല്ലാം കാണുന്നത്. ഇങ്ങനെ എല്ലാ വർഷവും ഇതിൻ്റെ താഴെ ഭാഗത്തുണ്ട്, ഇതിൻ്റെ മുകൾ ഭാഗത്തുണ്ട്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ വന്ന കുപ്പികൾ ഇങ്ങനെ അടിയും. അങ്ങനെ അടിയുന്ന കുപ്പികളെല്ലാം ഓരോ പ്രാവശ്യവും മഴ പെയ്തിട്ട് ഇറങ്ങുമ്പോൾ അതെല്ലാം കളക്ട് ചെയ്ത് ഈ പരിസ്ഥിതി സംരക്ഷിക്കുന്ന ആളാണ് ഈ കുട്ടപ്പച്ചേട്ടൻ എന്ന് പറയുന്ന ആള്. ഇതൊക്കെ ഇപ്പോൾ വീണ്ടും കുപ്പി പറക്കിയാണ്. കഴിഞ്ഞ മഴയത്ത് പെയ്താണ് അവിടെ കുപ്പി പറക്കി ചാക്കിലാക്കി കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ എല്ലാം പറക്കി ഇനി വീണ്ടും എടുക്കും. അപ്പോൾ ഈ പറക്കുമ്പോൾ ഒക്കെ ഈ ചില്ലു കുപ്പികളൊക്കെ അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലേ? ഇന്നാളിതുപോലെ കാലയിൽ കുപ്പിച്ചിൽ കൊണ്ടു അല്ലേ? അപ്പോൾ വലിയ അപകടം നിറഞ്ഞൊരു പണി കൂടിയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. കാരണം എല്ലാ തരത്തിലുള്ള സാധനങ്ങളും, ബാഗുകൾ, കുപ്പികൾ, ചില്ലുകൾ, അതുപോലെ വീട്ടിലെ വേസ്റ്റുകൾ, ചെരുപ്പുകൾ, ടിന്നുകൾ, ചാക്കിൽ കെട്ടിയിട്ടതിൻ്റെ സാധനങ്ങളൊക്കെ ഉൾപ്പെടെയാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഈ കാണുന്നതാണ് ചേലാടിൽ നിന്ന് ഒഴുകി വരുന്ന പുഴയാണത്. ഇത് കോതമംഗലത്ത് ചെല്ലുമ്പോൾ കുരിത്തോട് ആണ് അറിയപ്പെടുക. അത് ചെന്നിട്ട് മൂവാറ്റുപുഴ ആറിലേക്ക് ചെന്ന് ചേരുകയാണ്. ഈ തോടാണ് ഇപ്പോൾ ഇത്തരത്തിൽ മലിനമായിക്കൊണ്ടിരിക്കുക. ആളുകൾ വീടുകളിൽ നിന്നെല്ലാം ഇത്തരം സാധനങ്ങൾ വലിച്ച് തോട്ടിലേക്ക് എറിയുകയാണ്. ഈ പുഴ അത് മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു നടപടി ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇത്രയും സ്ഥലത്ത് ഇത്ര അടിഞ്ഞുകൂടിയെങ്കിൽ ഈ തോടിൻ്റെ വിവിധ ഭാഗങ്ങളിലെല്ലാം ധാരാളം സാധനങ്ങൾ ഇതുപോലെ അടിഞ്ഞുകൂടുന്നുണ്ട്.
അപ്പോൾ എത്രമാത്രം കുപ്പികൾ ആളുകൾ വലിച്ചെറിഞ്ഞിട്ടാണ്. അധികവും കുപ്പികളും നമുക്കറിയാം മദ്യത്തിൻ്റെ കുപ്പികളാണ്. പലപ്പോഴും പറമ്പുകളിലൊക്കെ ഇരുന്ന് മദ്യം കഴിച്ചിട്ട് അവിടെ തന്നെ ഇടുന്ന കുപ്പികൾ ഈ വെള്ളപ്പൊക്കത്തോടൊപ്പം തന്നെ വന്ന് അടിയുന്ന സീനുകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളും ചില്ല് കുപ്പികളും എല്ലാം കുട്ടപ്പച്ചേട്ടൻ കളക്ട് ചെയ്ത് കൊണ്ടുപോയി അദ്ദേഹം വിൽക്കും. പക്ഷേ വിൽക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ നേട്ടമൊന്നും കിട്ടുന്നില്ല. ആദ്യം സൂചിപ്പിച്ചതുപോലെ വണ്ടിക്കൂലി കൊടുക്കണം, പണിക്കൂലി കൊടുക്കണം, കഴുകിയെടുക്കണം, ചാക്കിൻ്റെ കാശ് ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഒരു പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ ചെയ്തത്. സർക്കാർ അടിയന്തരമായിട്ട് ഈ കാര്യത്തിൽ ഇടപെടണം. ഈ തോട് സംരക്ഷിക്കാനുള്ള നടപടികളുണ്ടാവണം. തോട്ടിലേക്കും പറമ്പിലേക്കും ഒക്കെ ഇത്തരം പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിയുന്ന ആ സ്ഥിതിവിശേഷത്തിൽ മാറ്റം ഉണ്ടാകാൻ സർക്കാർ അടിയന്തരമായിട്ട് ഇടപെടണം എന്നുള്ളതാണ്. എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള കുട്ടപ്പന്മാർ ഉണ്ടാവണമെന്നില്ല. ഇദ്ദേഹം ഇവിടെ ഈ പ്രദേശത്തുള്ളതൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും ഇത് തോട് വഹിച്ചു കൊണ്ടുപോയിട്ട് ഇത് കടലിൽ ചെന്ന് ചേരുകയാണ് പതിവ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് സർക്കാർ അടിയന്തരമായിട്ട് ഇത്തരം തോട് സംരക്ഷണത്തിനും ഇത്തരം പരിസ്ഥിതി വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്കെതിരെ നടപടിയെടുക്കാൻ ഇടയാകണം. അതുപോലെ തന്നെ സംരക്ഷിക്കുവാനുള്ള നടപടികളും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. ചില്ലിൻ്റെ ബൾബുണ്ടല്ലേ? ഇത് കണ്ടോ, ഇത്തരം ചില്ല് കുപ്പികൾ, മദ്യത്തിൻ്റെ കുപ്പികൾ, പീസായ ബൾബുകളൊക്കെയാണ് ഈ തോട്ടിലേക്ക് ആളുകൾ എറിയുക. ഇതൊക്കെ ഇവിടെ പറമ്പിൽ വന്ന് അടിയുന്നു. അടിയാത്ത സാധനങ്ങൾ ഒരു പക്ഷേ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഈ തോട്ടിലാണ് ഇത് ചെന്ന് അടിയുക. എത്രമാത്രം അപകടകരമായ അവസ്ഥയാണ് നമ്മൾ ചിന്തിച്ചു നോക്കുക. ഇതൊക്കെ നമ്മൾ കാണണം, കണ്ണ് തുറക്കണം അധികാരികൾ. ഇത് മറ്റൊരു സ്ഥലം, ഒരു വളവാണ് ഇവിടെ. ഈ തോടിൻ്റെ ഈ ഭാഗത്ത് വന്ന് അടിഞ്ഞിരിക്കുന്ന കുപ്പികളാണ്. ഈ കുപ്പികൾ ഇത്ര ഇവിടെ കിടപ്പുണ്ടെങ്കിൽ എത്രമാത്രം കുപ്പികൾ ഒഴുകിപ്പോയിട്ടുണ്ടാവും എന്ന് നമ്മൾ സങ്കല്പിച്ച് നോക്കുക. ഇതുപോലുള്ള ഒത്തിരി സ്ഥലങ്ങൾ ഈ പ്രദേശങ്ങളിലുണ്ട്. അവിടെയൊക്കെ ഈ ആളുകൾ കുപ്പികളും മാലിന്യങ്ങളൊക്കെ വലിച്ചെറിയുന്ന അവസ്ഥയാണുള്ളത്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം നമ്മൾ കാണണം. നമ്മൾ കുപ്പികൾ ഇതുപോലെ തോട്ടിലേക്കും പുഴകളിലേക്കും നീർത്തടത്തിലേക്കും ഒന്നും വലിച്ചെറിയാതിരിക്കാനായിട്ടുള്ള ഒരു പ്രചോദനം നമ്മൾ തന്നെ ഒരു മാതൃകയായിട്ട് നമ്മൾ കാണിക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ ധാരാളം സ്ഥലങ്ങൾ, ഈ തോടിൻ്റെ തീരപ്രദേശങ്ങളിൽ ധാരാളം സ്ഥലങ്ങളിൽ ഇതുപോലെ കുപ്പികളും വേസ്റ്റുകളും ഒക്കെ വന്ന് ധാരാളം മാലിന്യം അടിഞ്ഞുകൂടിയിട്ടുണ്ട്. കുട്ടപ്പൻ അതെല്ലാം കളക്ട് ചെയ്ത് ഈ സ്ഥലത്തെയും പ്രകൃതിയെയും ഈ തോടിനെയും ഒക്കെ സംരക്ഷിക്കുന്ന വ്യക്തിയാണ്. ഇനിയും ഇത് തുടരാനിടയാവട്ടെ. ഇങ്ങനെയുള്ള കുപ്പികളൊക്കെ വന്ന് കിടക്കുകയാണെങ്കിൽ അത് കളക്ട് ചെയ്ത് പരിസ്ഥിതിക്ക് സംരക്ഷണം നൽകുന്ന കുട്ടപ്പൻ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. എല്ലാ ആശംസകളും ഇത് മറ്റുള്ള ആളുകൾക്ക് ഒരു മാതൃകയായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു.